എനിക്ക് ആവറേജ് ആയിരുന്നു. സ്റ്റോറി വൈസ് ആണെങ്കിലും സ്റ്റോറി കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. തിയേറ്റർ വാച്ച് ആവണോ എന്ന് ചോദിച്ചാൽ ചുമ്മാ ടൈം കളയാനാണെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണാം. ഇറ്റ്സ് ബെറ്റർ OTT. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. കാരണം നമുക്ക് ഒരു മൂവി എപ്പോഴും നമ്മൾ എന്താണ് പറയുന്നത് നമ്മളെപ്പോഴും നോക്കും. എനിക്ക് സിനിമ കമ്മ്യൂണിക്കേറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ജസ്റ്റ് ഫുൾ ഓഫ് ഒരു എന്താ പറയുക കളർ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഒരു കളർഫുൾ മൂവി ഓവറോൾ അത്രയേ ഉള്ളൂ. കുടുംബചിത്രം എന്ന് പറയാൻ ഫാമിലിയായിട്ട് ഒത്തിരി പേര് കാണുന്നുണ്ട്. എന്നാലും ആവറേജ് റിവ്യൂ ഉള്ളൂ. തമാശ ആസ് ഇൻ ചില കോമഡീസ് വർക്ക് ആവും, ചിലതൊക്കെ ഭയങ്കര ചളു ലെവലിൽ പോയത്. എനിക്ക് തോന്നുന്നു ചളു ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നിയത് റാദർ ദാൻ സ്റ്റോറി. അപ്പം ചളുവിൻ്റെ ഗ്രാഫ് മുകളിൽ പോകുന്നു, സ്റ്റോറി ഇങ്ങനെ താഴേക്ക് പോകുന്ന പോലെ ഒരു ക്ലസ്റ്റർ പോലെയാണ്. ലൈക്ക് ഒരു എവിടെയൊക്കെ ഒരു മിസ്സിങ്. എനിക്ക് സത്യം പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. മേ ബി ബിക്കോസ് ഓഫ് ദ സ്റ്റോറി ഭയങ്കര എന്താണ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. ഫ്രെയിംസ് ഒക്കെ നല്ലതാണ്. അൽത്താഫ് ഉണ്ട് ഇതിനകത്ത്. ആവറേജ്. സിനിമ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആക്ച്വലി സിനിമ എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല സിനിമ. ഞാൻ പാപ്പ ഫാൻ ഗേളാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ക്ലംസി ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര സ്കാറ്റേർഡ് ആയിരുന്നു, ഒത്തിരി ലെയേഴ്സ്. പക്ഷേ ആ ലെയേഴ്സിൽ അവരെന്താ പറയാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, കൺവേ ആയിട്ടില്ല. എനിക്ക് പറ്റിയതായിരിക്കും ചിലപ്പം. പക്ഷേ എന്തോ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പോലെ ഒരു ക്ലംസി ആയിരുന്നു. അതുകൊണ്ട് തമാശ ലാൽ വാസ് ഗുഡ്. ഞാൻ പറയാം ലാൽ നല്ലതാണ്. ഇങ്ങനെ ഓരോ സമയത്തിൽ സ്കോർ ചെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കോമഡി ചളു അതൊക്കെ ആയിരുന്നു വന്നത്. ഇറ്റ് വാസ് ഓക്കെ. അത്രേ. ഓടും കുതിര ഒരു ലാലിൻ്റെ കോമഡി കൊള്ളാമെന്നല്ലാതെ ബാക്കി ഒരു ഭയങ്കര ഗ്രാഫില്ലാത്ത പടം, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഗ്രാഫുള്ള പടം, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, ഭയങ്കര തിയേറ്ററിൽ വന്ന് അങ്ങനെ കാണണമെന്നും പറയാൻ പറ്റുന്ന ഒരു പടമല്ല. ജസ്റ്റ് ഒരു പടം, ഒരു കണ്ടുകൊണ്ടിരിക്കാം, ഒരു ഫീൽ ഗുഡ് പോലെ ഒരു ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് ക്രക്സ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഒരു സാധാ റൊമാൻസ് പടം, അങ്ങനെ വലിയതൊന്നുമില്ല. ഓടും കുതിര എനിക്ക് ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോമഡി ഉണ്ടായിരുന്നു, എൻഡിങ്ങിലും കുറച്ച് കോമഡി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൊത്തം കുറേ ലാഗായിട്ടാണ് തോന്നിയത്. ലാലും സുരേഷ് കൃഷ്ണയെ കൊള്ളായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ വെറുതെ പോയി കുറേ ബോറടിക്കും, കുറച്ച് ചിരിക്കാം, അങ്ങനെ കണ്ടിരിക്കാം.